ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ, കഴിഞ്ഞ ദിവസം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം ആദ്യത്തെ സെക്ഷൻ, ഒന്നാം അധ്യായം മുതൽ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം നമ്മൾ പഠിക്കുകയുണ്ടായി. ദ ഡോക്ട്രിൻ ഓഫ് കണ്ടംനേഷൻ. നമ്മളെങ്ങനെ കുറ്റക്കാരെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എല്ലാവരെയും, യഹൂദരെയും അന്യജാതിക്കാരെയും കൊണ്ടുവന്നിട്ട് ഒരേ ലെവലിൽ നിർത്തിയിട്ട് പറയുക, നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരു രക്ഷകന്റെ ആവശ്യം ഉണ്ട് എന്ന്. അങ്ങനത്തെ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഏക മനുഷ്യന്റെ പാപത്താൽ എല്ലാവരും പാപികളായി, ഏക മനുഷ്യന്റെ അനുസരണത്താൽ എല്ലാവർക്കും അല്ലെങ്കിൽ അനേകര് നീതീകരിക്കപ്പെടുക ഉണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21 തൊട്ട് 23, 24 വരെയുള്ള 4 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് വായിച്ച് കേൾക്കാം. ഇതിൻ്റെ ടോപ്പിക് ഡോക്ട്രിൻ ഓഫ് റൈച്ചസ്നെസ് ത്രൂ ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിൻ്റെ വിശ്വാസത്തിൽ നിമിത്തം നമുക്ക് എങ്ങനെ നീതി വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 3, 21 തൊട്ട് 24 വരെയുള്ള വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ലൈൻ ഈ നീതീകരണം, ദൈവമക്കളുടെ നീതീകരണത്തെക്കുറിച്ച്. ആ നീതീകരണത്തിന് 7 പ്രധാനമായ സവിശേഷതകളാണ് ഈ 4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുന്നത്. ഒന്ന്, അത് മോശയുടെ ന്യായപ്രമാണം കൂടാതെയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെയാണ്. 2, അത് സൗജന്യമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ നൽകപ്പെട്ടിരിക്കുക. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പ്രയത്നം, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല അത് നേടുന്നത്, അത് സൗജന്യമാണ്, കർത്താവിൻ്റെ ഒരു ദാനമാണ്. 3, ഇത് ദൈവത്തിൻ്റെ നീതിയാണ് വിശ്വസിക്കുന്ന ഏവരിലേക്കും പകരപ്പെടുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമ്മുടെ നീതി അല്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. 4 കാര്യം, ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷി പറയുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് സാക്ഷി പറയുന്നു എന്നാണ് പറയുന്നത്. ഇത് ക്രിസ്തുയേശുവിൻ്റെ വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളിലേക്ക് കണക്കിടുകയാണ്, നമ്മളിലേക്ക് പകരപ്പെടുക, അതിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. 6 കാര്യം, ഇത് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഈക്വലി, അതായത് ജാതി മത ഭേദമന്യേ യഹൂദർന്നോ അന്യജാതിക്കാരനോ എന്നുള്ളൊരു ഡിഫറൻസ് ഇല്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണിത് പകരപ്പെടുന്നത്. അപ്പോൾ ഈ 7 പോയിന്റ് നമ്മൾ കാണുകയുണ്ടായി. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 21-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ഇപ്പോൾ, ബട്ട് നൗ the righteousness of God without the law is manifested, being witnessed by the law and the prophets. But now, 1-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വരെ എല്ലാവരും എങ്ങനെ പാപികളായി, ഒരുപോലെ പാപികളായി, ദൈവം എന്തുകൊണ്ട് മനുഷ്യരോട് കോപിക്കുന്നു എന്നുള്ള എല്ലാ റീസൺ തന്നതിന് ശേഷം 21-ാമത്തെ വാക്യം തുടങ്ങുന്നത്,
എന്നാൽ ഇപ്പോഴോ. ബട്ട് നൗ. ഈ ബട്ട് നൗ എന്നുള്ള ഈ വാചകം പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ 21 തവണ ഇതേ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് നൗ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് പോളിൻ എപ്പിസ്റ്റൽസിൽ. ഇത് കാണിക്കുന്നത് ദൈവം മനുഷ്യരോട് ഇടപെടുന്ന ആ ഇടപാടുകളിൽ വന്ന ആ ഒരു വലിയ മാറ്റം, ഒരു ഡിസ്പെൻസേഷണൽ ചേഞ്ച്, ഒരു യുഗത്തിൻ്റെ ആരംഭം കാണിക്കുകയാണ്. മുമ്പ് ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇപ്പോഴോ ഇങ്ങനെ. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ന്യായപ്രമാണത്തിൻ്റെ യുഗമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് കർത്താവായ യേശുക്രിസ്തു അതേ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കൽപ്പനകളും, ഞാൻ പറയുന്ന എല്ലാ കൽപ്പനകളും പ്രമാണിക്കാൻ തക്ക രീതിയിൽ പഠിപ്പിക്കണം. വിശ്വാസവും പ്രവൃത്തിയുമുണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം. എന്നാൽ അതൊക്കെ മങ്ങി അവസാനിച്ചിട്ട് പൗലോസ് പറയുക, എന്നാൽ ഇപ്പോഴോ. മുമ്പ് ജാതികളും യഹൂദരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു, ഒരു വേർപാടിൻ്റെ നടുച്ചുവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്നുള്ളൊരു കാര്യങ്ങൾ. ബട്ട് നൗ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മുമ്പ് വിശ്വാസം മാത്രം പോരായിരുന്നു, വിശ്വാസത്തിനോട് കൂടെ അതിൻ്റെ തെളിവായ പ്രവൃത്തികളും വേണമായിരുന്നു രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ ഇപ്പോഴോ പ്രവൃത്തി കൂടാതുള്ള നീതീകരണം, അല്ലേ? അപ്പം നമുക്ക് ചില വാക്യങ്ങൾ, പ്രധാനമായ ചില വാക്യങ്ങൾ ഉദാഹരണത്തിന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 6:22, റോമർക്കെഴുതിയ ലേഖനം 7:6. നമുക്ക് ഇപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 3:21 വായിച്ചിട്ട് നമുക്ക് ബാക്കി വാക്യങ്ങളൊന്ന് വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. റോമൻസ് 7:6. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:18. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:20. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. 1 കൊരിന്ത്യർ 15:20. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. എഫേസ്യർ 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കൊലോസ്യർ 1:26. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബട്ട് നൗ, എന്നാൽ ഇപ്പോൾ എന്നുള്ള പദം പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ വളരെ പ്രാധാന്യമായ ചേഞ്ചസ്, വ്യത്യാസങ്ങളെ എടുത്തു കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ പഠനത്തിൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചെന്ന് വരാം, എന്ത് സംഭവിച്ചു ഈ ഒരു വലിയൊരു ചേഞ്ചിന്? എന്താണ്, വാട്ട് ഈസ് ദ ചേഞ്ച്? ആ ഒരു ഫാക്ടർ, ഈ ടേണിംഗ് പോയിന്റ് എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് അപ്പോസ്തലൻ ദമാസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി രാജ്യത്തിൻ്റെ സുവിശേഷം അനുസരിക്കുന്ന വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി, പിടിച്ച് ജയിലിലാക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുകയാണ്. അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ യഥാർത്ഥ ആ ഒരു മൂലക്കൽ എന്ന് പറഞ്ഞാൽ, ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു,
മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വെളിപ്പെടുന്നു. അവിടുന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ കേന്ദ്ര ബിന്ദു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയും മരിച്ചവരിൽ നിന്ന് എന്നേക്കും ജീവനോടിരിക്കേണ്ടതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആ ഒരു കാര്യമാണ്. നമുക്ക് ചില രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 6:14, 1 കൊരിന്ത്യർ 15:13 തൊട്ട് 22 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗത്തിൻ്റെ ആ ശുശ്രൂഷയിൽ ക്രിസ്തുയേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യൻ 15:13 തൊട്ട് 22 വരെ. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നു വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദിഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മഹത്വവും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു ബേസിസിലാണ്. അതേസമയം നമ്മൾ അത് തന്നെയല്ല നമ്മൾ പഠിക്കുമ്പോൾ ഈ എന്നാൽ ഇപ്പോൾ എന്നുള്ളത് ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഡിസ്പെൻസേഷണൽ ചേഞ്ചാണ്. പ്രവചന പദ്ധതി കർത്താവായ യേശു ക്രിസ്തു ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന ആ പ്രവചന പദ്ധതി ക്രമേണ നിന്നിട്ട് ലോകാരംഭം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മർമ്മം അതിൻ്റെ വെളിപ്പെടുത്തലൂടെ കാണിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ എന്നുള്ളത്. അല്ലേ? ഈ ഒരു പീരീഡിലാണ് കൃപയുടെ സുവിശേഷം, പ്രവൃത്തി കൂടാതുള്ള നീതീകരണം, ദൈവത്തിൻ്റെ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനാൽ നടിച്ചുവർ നീങ്ങിപ്പോകുന്നതുമായിട്ടുള്ള കാര്യം. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നിദ്ര കൊള്ളാതെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാര്യം, നമ്മുടെ റാപ്ചറിൻ്റെ കാര്യം, ഉൽപ്രാവണത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പീരീഡിലാണ് വെളിപ്പാട് ലഭിക്കുന്നത്. നിഗൂഢ പദ്ധതി. നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ നമ്മുടെ മൈൻഡിൽ ഒരു ചിന്ത വരും, അങ്ങനെയാണെങ്കിൽ 12 അപ്പോസ്തലന്മാരോ? അവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ അവർ പ്രസംഗിച്ചിട്ടില്ലേ? അവരൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 20:8 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 8-9. യോഹന്നാൻ 20:8-9. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ്, ക്രൂശീകരണം കഴിഞ്ഞ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടക്കവും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ള ഒരു സാക്ഷ്യമാണ് പറയുന്നത്. 12 ശിഷ്യന്മാരും കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാണെന്നുള്ള കാര്യം അവർക്ക് എന്തല്ല മനസ്സിലായിട്ടില്ലായിരുന്നു.
ഏ, മത്തായി സുവിശേഷം 16:21 തൊട്ട് 22 വരെയുള്ള ഭാഗം ഏ, നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണവും ഏ, മരണവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ പത്രോസ് എന്ത് പറയാ? കർത്താവിനെ ശാസിക്കുക, അയ്യോ നിനക്കങ്ങനെ ഭവിക്കരുതേ. അപ്പൊ അവർക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയിൽ അതിൻ്റെ ഫുൾ ആ മർമ്മം, ക്രൂശിൻ്റെ മഹത്വം എടുത്ത് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മങ്ങളാണ്. എന്നാൽ ഇതിന് ശേഷം 12 അപ്പോസ്തലന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അവനെ ക്രൂശിച്ചു. ഏതാ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് അവർക്ക്. കിങ്ഡം പ്രോഗ്രാം, കിങ്ഡം സെയിൻസിൽ ഇസ്രായേലിന് അതൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ മസിഹായെ ക്രൂശിച്ചല്ലോ. അതേസമയം പൗലോസ് അപ്പോസ്തലനോ ക്രൂശിൽ പ്രശംസിക്കുകയാണ്. അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ നീതീകരണം, ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുന്നത് ന്യായപ്രമാണം കൂടാതെയാണ്. അല്ലേ? മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത്ര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ വിറക് പറക്കാൻ പോയി. അത് സബത്ത് നാളായിരുന്നു. ആൾക്കാർ പിടിച്ചോണ്ട് വന്നു മോശയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുക, ഇവനെ എന്ത് ചെയ്യണം? മോശയും കർത്താവിനെ ഓവർ റൈഡ് ചെയ്തൊരു ഡിസിഷൻ എടുത്തില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുകയുണ്ടായി. അതതുപോലെ നിവർത്തിക്കുകയും ചെയ്തവർ. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു മോശയുടെ ന്യായപ്രമാണം. യാക്കോബ് അപ്പോസ്തലൻ പറയുക, ഒരു വ്യക്തി 99 പാലിച്ചു ഒരെണ്ണത്തിൽ വീണാൽ എല്ലാ ന്യായപ്രമാണവും തെറ്റിച്ചതുപോലെ ആണ് എന്ന്. അല്ലേ? എന്നാൽ ഇപ്പോഴോ വലിയൊരു ചേഞ്ച് വരികയാണ്. എന്തുവാണ് ചേഞ്ച്? കർത്താവിൻ്റെ കൃപയാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ആദ്യത്തെ മിഷണറി ട്രിപ്പിലെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ക്രൂശീകരണം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, മോശയുടെ ന്യായപ്രമാണത്താൽ നമുക്ക് ലഭിക്കാത്ത നീതി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമേ നമുക്ക് ലഭിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ആ അധ്യായം നമ്മൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വസിക്കുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തു എന്ത് വിശ്വസിക്കണം? സുവിശേഷം, കൃപയുടെ സുവിശേഷം. എന്താണ് കൃപയുടെ സുവിശേഷം? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളുടെ ശിക്ഷകൾ തൻ്റെ ചുമലിൽ ഏറ്റ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്ന മാത്രമേ, അതെനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുകയാണ്. അല്ലേ? അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി നമ്മളിൽ മേൽ പകരപ്പെടുന്നത്. അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈവൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. ഓക്കെ, വിച്ച് ഈസ് ബൈ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അൺടു ഓൾ, ഇറ്റ് ഈസ് അവൈലബിൾ അൺടു ഓൾ. എല്ലാവർക്കും അതൊരുപോലെ അവൈലബിളാണ്. ആൻഡ് അപ്പോൺ ഓൾ ദം ദാറ്റ് ബിലീവ്, വിശ്വസിക്കുന്നവരിൽ മാത്രമേ അത് പകരപ്പെടുന്നുള്ളൂ.
അത് പക്ഷെ എല്ലാവർക്കും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് 1 തിമോത്തിയോസ് 2:4-6 വരെ വായിക്കാം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരുടെയും റാൻസം, എല്ലാവരുടെയും വീണ്ടെടുപ്പിന്റെ വിലയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വീണ്ടെടുക്കപ്പെടുന്ന ആരാണ്? ഈ വിശ്വസിക്കുന്നവർ മാത്രം. റൈറ്റ്? അതാണ് ആദാമിൻ്റെ പാപത്താൽ എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ ഒരുവന്റെ അനുസരണത്താൽ എല്ലാവരും ആണോ? അല്ല, അനേകർ നീതീകരിക്കപ്പെടുന്നു. നമുക്ക് ആ കാര്യം നോക്കാം. അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ കൃപായുഗത്തിൽ ഈ നീതീകരണം, ഈ ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുവാൻ. അതെന്താണ്? റോമർക്കെഴുതിയ ലേഖനം 1:16-17 നമുക്ക് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കൃപയുടെ സുവിശേഷത്താലാണ് നമുക്ക് അത് ലഭിക്കുന്നത്, ഒരു പ്രവൃത്തിയും കൂടാതെയാണ്. അപ്പോൾ ഒരുവന്റെ പാപത്താൽ എല്ലാവരും പാപികളായി. റോമർ 5:12-14 വരെയുള്ള ഭാഗങ്ങൾ. യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപം ചുമന്നു, എല്ലാവരുടെയും പാപം. അന്ന് കർത്താവായ യേശുക്രിസ്തു ക്രൂശിങ്കൽ എല്ലാവരുടെയും, ഇനിയും വരാനുള്ളവരുടെയും പോലും പാപം, നമ്മുടെ എല്ലാ പാപങ്ങളും ഭാവിയിലായിരുന്നില്ലേ? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു സകല മാനവരാശിയുടെയും പാപങ്ങളുടെ ശിക്ഷയാണ് ക്രൂശിൽ വഹിച്ചത്. സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന്റെ വിലയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം. ഏകന്റെ പാപത്താൽ എല്ലാവരും പാപികളായി. എന്നാൽ ക്രിസ്തു യേശുവിന്റെ അനുസരണത്താൽ അനേകർ നീതീകരിക്കപ്പെടുകയാണ്, വിശ്വസിക്കുന്നവർ. നമുക്ക് മുൻപോട്ട് പോകാം. ദ ഇമ്പാർട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ്, അതായത് ഈ നീതി, ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുന്നത് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഈ വാക്യത്തിലുണ്ട്. ചില മോഡേൺ ബൈബിളിൽ ചിലയിടത്തൊക്കെ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുണ്ട്, കർത്താവിൻ്റെ വിശ്വസ്തത. അതും കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥമായ ആ ഒരു ആഴം മനസ്സിലാക്കണമെങ്കിൽ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇംഗ്ലീഷിലാണ് അത് കറക്റ്റായിട്ട് ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ക്രിസ്തു യേശുവിങ്കൽ ഉള്ള വിശ്വാസം എന്ന് വരുമ്പോൾ, അപ്പോൾ അത് എൻ്റെ വിശ്വാസം അല്ലേ, നമ്മുടെ വിശ്വാസം, ക്രിസ്തു യേശുവിങ്കൽ ഉള്ള നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും. അപ്പോൾ അത് പ്രവൃത്തി ഇപ്പോൾ ആരുടെ ചുമതലയായി? നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയായി അല്ലേ. ദ ബോൾ ഈസ് ഇൻ അവർ കോർട്ട്. പക്ഷേ അങ്ങനെയല്ല. കിങ് ജെയിംസ് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവും ആയിരുന്നു. നമ്മൾ ചില വാക്യഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നീതി ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിശ്വാസം മൂലമാണ്. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 ഇവിടെ 10 വാക്യം, ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം, നോട്ട് ഹാവിങ് മൈൻ ഓൺ റൈച്ചസ്നെസ്
which is of the law, but that which is through the faith of Christ, the righteousness which is of God by faith. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, ക്രിസ്തുവിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടി പകരപ്പെടുന്നത്. അപ്പോൾ നീതി ലഭിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:16 നമ്മുടെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലാണ്, അല്ലേ? ഗലാത്യർ 2:16 knowing that a man is not justified by the works of the law but by the faith of Jesus Christ. Even we have believed in Jesus Christ that we might be justified by the faith of Christ and not by works of the law. For by the works of law no flesh shall be justified. നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെ ആയിരിക്കണം? ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 പറയുകയാണ്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ. യേശുക്രിസ്തുവിങ്കൽ ഉള്ള വിശ്വാസം മലയാളത്തിൽ ട്രാൻസ്ലേഷൻ, ബട്ട് ബൈ ഫെയ്ത്ത് ഓഫ് ദ സൺ ഓഫ് ഗാഡ്. എങ്ങനെ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചോ അങ്ങനെ നാം നടക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്ങനെയാണ് നാം ക്രിസ്തുവിനെ നേടിയത്? വിശ്വാസത്താൽ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈനംദിനം ജീവിതം എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്താലായിരിക്കണം, അല്ലേ? 4-ാമത്തെ കാര്യം, നമ്മൾ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഗലാത്യർക്കെഴുതിയ ലേഖനം 3:22 പറയുന്നു, ബട്ട് ദ സ്ക്രിപ്ചർ ഹാത്ത് കൺക്ലൂഡഡ് all under sin, that the promise by faith of Jesus Christ might be given to them that believe. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുയേശുവിൻ്റെ വിശ്വാസം പകരപ്പെടുകയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നമ്മുടെ വിശ്വാസം ഒരു ചഞ്ചലമുള്ള വിശ്വാസം, ഇല്ലേ? സാഹചര്യം അനുസരിച്ച് നമുക്ക് നമ്മുടെ തീഷ്ണതയും നമ്മുടെ വിശ്വാസവും, ഇല്ലേ, അതിൽ വ്യത്യാസമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുക, ഇൻ ഹിം ദർ ഈസ് നോ ഷാഡോ ഓഫ് ചേഞ്ച്. ക്രിസ്തുവിൽ മാറ്റം ഇല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. കർത്താവിൻ്റെ വിശ്വാസം അത് സ്ഥിരമുള്ളതാണ്, അത് പൂർണ്ണമായതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളൊക്കെ വരുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് വിശ്വാസത്തിൽ, ഇല്ലേ? അതുകൊണ്ട് നമ്മുടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പുകഴുവാൻ ആർക്കും ഒന്നുമില്ല. ഈ കാര്യം മനസ്സിലാണെങ്കിൽ എഫെസ്യർക്കെഴുതിയ ലേഖനം 2:8-9 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചേക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അതിനും നിങ്ങൾ കാരണമല്ല. കാരണം ആരുടെ വിശ്വാസമാണ്? നമ്മൾ സ്വീകരിക്കുക, സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കണക്കിടുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബൈബിളുകളിൽ ഈ വ്യത്യാസം വന്നത്? ഇംഗ്ലീഷ് ബൈബിൾ, കിങ് ജെയിംസ് ഒഴിച്ച് ബാക്കിയുള്ള മോഡേൺ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എല്ലാം ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പദങ്ങളാണ് മലയാളത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതോടുകൂടി വലിയ പീഡനമുണ്ടായി, വിശ്വാസികളൊക്കെ ചിതറുകയുണ്ടായി. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ കാലത്തും പീഡനം നിമിത്തം വിശ്വാസികൾ ചിതറിപ്പോവുകയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, വിശ്വസ്തന്മാരായ അനേക സാക്ഷികളുടെ മധ്യേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ സുവിശേഷം, ഈ സിദ്ധാന്തങ്ങൾ, ഈ ഡോക്ട്രിൻസ് വിശ്വസ്തന്മാരായ, മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തന്മാരായ പുരുഷന്മാർക്ക് പകർന്ന് കൊടുക്കണം. അപ്പോൾ ഈ വിശ്വസ്തന്മാരായവർക്ക് റോമൻ ആൾക്കാരൊക്കെ കളിയാക്കി ഒരു പേര് കൊടുത്തിരുന്നു, പോളീഷ്യൻസ്. അവരെക്കുറിച്ച് ഒത്തിരി കുറ്റാരോപണങ്ങളും ഒക്കെ
എഴുതി പരത്തിയിട്ടുണ്ട്. കാരണം അവരെ എങ്ങനെയും കൊന്നൊതുക്കണം. എവിടെല്ലാം ഈ പോലീഷ്യൻസ് പോയോ, പൗലോസിനെ പോലുള്ളവർ പോയോ, അവിടൊക്കെ അവർ പീഡിക്കപ്പെടുകയും അനേകർ രക്തസാക്ഷികളാവുകയും ചെയ്തു. അവരാണ് പ്രധാനമായിട്ട് പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളുടെ മാനുസ്ക്രിപ്റ്റ് സൂക്ഷിച്ചത്. അപ്പോൾ അവർക്ക് ഓടിപ്പോയത് അന്ത്യോക്യയിലേക്കാണ് ആദ്യം പോയത്. അവർ എവിടെല്ലാം പോയോ ഈ ഡോക്ട്രിൻ, ഈ ലേഖനങ്ങൾ AD 200 വരെയും അവരുടെ കയ്യിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒറിജിനൽ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. അതേസമയം മിസ്രൈമിലെ അലക്സാൻഡ്രിയയിൽ ഒരു മോണസ്ട്രി ഉണ്ടായിരുന്നു. ആ മോണസ്ട്രിയിലും ഈ ചില ഈ മാനുസ്ക്രിപ്റ്റ്സ് അവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിടത്ത് നിന്നാണ് ഈ ഡോക്ട്രിൻസ് വരുന്നത്. എന്നാൽ ഒറിജിനൽ ഉണ്ടായിരുന്നത് എല്ലാം ആരുടെ കയ്യിലായിരുന്നു? അന്ത്യോക്യയിലേക്ക് പോയവരുടെ കയ്യിലായിരുന്നു. അതിനാൽ അവരുടെ കയ്യിൽ 5200 ഒറിജിനൽ ട്രാൻസ്ലേഷൻ, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അലക്സാൻഡ്രിയയിലെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് 45ഓളം ഉണ്ടായിരുന്നു. എന്നാൽ അത് തമ്മിൽ പോലും അത് കോൺട്രാഡിക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സോഴ്സസ് ഓഫ് ഡോക്ട്രിൻ, ഈ ടെക്സ്റ്റുകളുണ്ട്. അലക്സാൻഡ്രിയയിൽ, അതായത് ഈജിപ്തിൽ, നമ്മുടെ സലോമോൻ രാജാവിനോട് ദൈവം പറയുകയുണ്ടായി, മിസ്രൈമിൽ നിന്ന് നിങ്ങൾ ഈ കുതിര പോലും വാങ്ങരുത്. സലോമോൻ എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് വലിയ രാജകീയ കുതിരകളെയൊക്കെ വാങ്ങി. അപ്പോൾ മിസ്രൈമിൽ ഒരു കുതിരയ്ക്ക് പോലും പോകരുത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചർച്ച് എന്ത് ചെയ്തു? ചർച്ച് ഫാദേഴ്സ് എല്ലാം എന്ത് ചെയ്തു? മിസ്രൈമിലെ അലക്സാൻഡ്രിയയിൽ നിന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് വേദപുസ്തകത്തിൻ്റെ ഡോക്ട്രിൻ, മാനുസ്ക്രിപ്റ്റ് അവർ എടുത്തത്. മനസ്സിലാകുന്നുണ്ട്? അതേസമയം അന്ത്യോക്യയിൽ ഉള്ള അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് കിങ് ജെയിംസ് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ നടന്നിരിക്കുന്നത്. അതേസമയം NIV, ESV എല്ലാ മോഡേൺ ട്രാൻസ്ലേഷൻസും അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ഹെഡ് ക്വാർട്ടർ ആയിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്റ്റേറ്റ്സ്, അതായത് ആരിലും ദുരുപദേശിയായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഓടിപ്പോയി അഭയം പ്രാപിക്കുന്ന ഏരിയ ആയിരുന്നു അലക്സാൻഡ്രിയ. അവിടെ തീയരിക്കാൻ വേണ്ടി വെച്ചിരുന്ന പുസ്തകക്കെട്ടിൽ നിന്നാണ് ഒരു ജർമ്മൻ ഈ ഹൈക്കർ, അതായത് ഈ മലയൊക്കെ കയറുന്ന ഒരു വ്യക്തി ഈ ഒരു പൈൽ ഓഫ് പേപ്പർ, മാനുസ്ക്രിപ്റ്റ്, സ്ക്രോൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടുത്തെ മോണസ്ട്രിയിലെ ആളിനോട് ചോദിച്ചു, ഞാൻ ഇതങ്ങ് എടുത്തോട്ടെ. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഇതേതായാലും ഈ കത്തിച്ച് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതില്ലേ, അത് സായപ്പെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജർമ്മനിയിൽ നിന്നാണ് ഈ ക്രിട്ടിക്കൽ ടെക്സ്റ്റ് വരുന്നത്. ക്രിട്ടിക്കൽ ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാത്താൻ, ലൂസിഫർ ഹവ്വായോട് ചോദിച്ചു പോലെ, വാസ്തവത്തിൽ അങ്ങനെ ദൈവം പറഞ്ഞോ എന്ന് ചോദിക്കുന്നത് പോലെ, യഥാർത്ഥമായി ദൈവം അങ്ങനെ പറഞ്ഞോ? അപ്പോൾ ദൈവം അരുളി ചെയ്ത ഈ അന്ത്യോക്യയിൽ നിന്ന് ഉള്ള മെജോറിറ്റി ടെക്സ്റ്റ്, അല്ലെങ്കിൽ ടെക്സ്റ്റസ് റിസെപ്റ്റസ് എന്ന് പറയുന്നത്, അത് ശരിയാണോ? അതിനെ ക്രിട്ടീക്ക് ചെയ്യുന്നതാണ് ഈ അലക്സാൻഡ്രിയയിലെ ടെക്സ്റ്റ്. വെസ്കോട്ടും ഹോർട്ട് അവർ ഒരു ഗ്രീക്ക് ലാംഗ്വേജ് തന്നെ, ഒരു ഗ്രീക്ക് ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് അവർ പറയുകയുണ്ടായി, ഈ ബെസന്റൈൻ, അതായത് അന്ത്യോക്യയിൽ നിന്ന് ഉള്ള ടെക്സ്റ്റ് കറപ്റ്റഡ് ആണ്, നമുക്കതിനെ ഫിക്സ് ചെയ്യണം, അതിനെ നമുക്ക് ശരിയാക്കണം. അങ്ങനെ ഹോർട്ടും വെസ്കോട്ടും രൂപീകരിച്ച ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എല്ലാ മോഡേൺ ബൈബിൾസ്, ഈവൻ ന്യൂ കിങ് ജെയിംസ് ബൈബിൾ വരെയും ആ കോൺസെപ്റ്റ്. നമ്മുടെ മലയാളം ബൈബിളും അവിടുത്തെ ആ മാനുസ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ അപ്രൂവ്ഡ് വർക്ക്മാൻ പ്രോഗ്രാം, AWI പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കാൻ കഴിയും.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത്, ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റും ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റും ആക്കി മാറ്റിയത്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവമായിരുന്നു ഒരേ സമയം, അല്ലേ? നമുക്ക് അതിൻ്റെ അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, കർത്താവിന് വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ കർത്താവിന് വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നോക്കണേ, പുറപ്പാട് 33:20 വാക്യം പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനും പിതാവിനെ കണ്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ മനുഷ്യത്വത്തിൽ യേശു ക്രിസ്തു പിതാവിനെ കണ്ടിട്ടില്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനം 5:8 പറയുന്നു, അവൻ പുത്രനെങ്കിലും കഷ്ടാനം അനുഭവത്തിൽ കൂടിയാണ് അനുസരണം പഠിച്ചത്. ഹെബ്രായർ 5:8. മത്തായി 24:36 അനേക കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് അറിയത്തില്ലായിരുന്നു, തൻ്റെ മനുഷ്യത്വത്തിൽ അറിയത്തില്ലായിരുന്നു. പിതാ ആ വാക്യമുണ്ട്, ബട്ട് ദ ഡേ ഓർ ആൻഡ് ദ ആർ നോട്ട് നോ മാൻ, നോ നോട്ട് ഈവൻ ദ ഏഞ്ചൽസ് ഓഫ് ഹെവൻ, ബട്ട് മൈ ഫാദർ ഉള്ളി. അനേക കാര്യങ്ങൾ, അല്ലേ? ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ദ ചൈൽഡ് ഗ്രീവ്, ഹി ബിക്കെയിം സ്ട്രോങ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനത്തിൽ നിറഞ്ഞു. അപ്പോൾ കർത്താവിന് ജ്ഞാനത്തിൽ നിറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പൂർണ്ണ ജ്ഞാനമില്ലായിരുന്നു. എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ ജ്ഞാനത്തിൽ നിറഞ്ഞത്? മറിയയും യോസഫും ദേവാലയത്തിലെ ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ പഠിപ്പിക്കുകയുണ്ടായി, അല്ലേ? ലൂക്കോസ് 2:41-52 വരെയുള്ള ഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ ബാർ മിത്സ്വ എന്ന് പറയും. അതായത് യഹൂദ ആമ്പിള്ളേർ 12 വയസ്സാകുമ്പോൾ അവരെ ഈ ടീച്ചേഴ്സ്, നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ക്വിസ് ചെയ്യുന്നത് പോലെ ക്വിസ് ചെയ്യും. ഒരു ടെസ്റ്റ് ഉണ്ട്, ഓറൽ ടെസ്റ്റ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശുക്രിസ്തു അധ്യാപകന്മാരോട് ഇരുന്ന്, മൂപ്പന്മാരോട് കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അവർ അതിശയപ്പെട്ടു, അല്ലേ? ഈ പയ്യൻ, ഈ പയ്യൻ ഇത്രയും ജ്ഞാനം എവിടുന്ന്, അല്ലേ? അതുപോലെ തന്നെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 4:15 പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു വാസ് ടെംപ്റ്റഡ്, സകലതിലും പാപമൊഴികെ സകലതിലും പരീക്ഷിക്കപ്പെട്ടു, അല്ലേ? എന്നാൽ പാപമില്ലാത്തവനായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. യോഹന്നാൻ 4:6 കർത്താവ് ക്ഷീണിതനായിരുന്നു. മത്തായി 4:2 അവൻ വിശപ്പുള്ളവനായിരുന്നു. യോഹന്നാൻ 19:28 അവൻ ദാഹിച്ചു. മത്തായി 8:23-27 വരെ വായിക്കുമ്പോൾ അവൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി, അല്ലേ? യോഹന്നാൻ 19 അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അല്ലേ? അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ്. ഇതേ സമയം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും കാണിക്കുന്നുണ്ട്. യോഹന്നാൻ 1:1, അല്ലേ? ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ദ വേർഡ് വാസ് ഗോഡ്. ഈ വേർഡാണ് ജഡമെടുത്തത്, ഈ വചനമാണ് ജഡമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്തത്. ക്രിസ്തുവിൻ്റെ ദൈവത്വം നമുക്ക് യോഹന്നാൻ 8:58-8:40 നമുക്കൊന്ന് വായിക്കാം. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. യോഹന്നാൻ 8:40. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒന്ന്, അബ്രഹാമിന് മുൻപേ ഐ ആം, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുക, ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനുഷ്യനായ എന്നെ കൊല്ലാൻ വരികയാണ്, പക്ഷേ ഇങ്ങനെ അബ്രഹാം എന്നോട് ചെയ്തില്ല. അപ്പോൾ അബ്രഹാമിന് വെളിപ്പെട്ട ആരായിരുന്നു? ക്രിസ്തു, അല്ലേ? നമുക്ക് ഹെബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ മോശ ആരുടെ മഹത്വമാണ് കണ്ടത്? ക്രിസ്തുവിൻ്റെ മഹത്വം. യെശയ്യാവ് ആരുടെ മഹത്വമാണ് കണ്ടത്? ക്രിസ്തുവിൻ്റെ മഹത്വം. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം നമ്മോട് കൂടെ, ഇല്ലേ? എന്നിട്ട് യോഹന്നാൻ 6:46 പറയുക, ആരും പിതാവിനെ കണ്ടിട്ടില്ല, പുത്രൻ ഒഴികെ. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് ഇവിടെ കാണിക്കുന്നത്.
അതേസമയം മുമ്പേ നമ്മൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ യേശു ക്രിസ്തു ദൈവത്തെ പിതാവിനെ കണ്ടിട്ടില്ല. അത് മനുഷ്യത്വം. അപ്പം മനുഷ്യത്വവും ദൈവത്വവും ഒരേപോലെ നിൽക്കുകയാണ്, അല്ലേ? മർക്കോസ് 2:5-7 വരെ കർത്താവായ യേശു ക്രിസ്തു രോഗിയായിരുന്നവരോട് പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, ഇത് ദൈവദൂഷണമാണ്, ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ, ഇവൻ എങ്ങനെ അത് ചെയ്യുന്നു? യോഹന്നാൻ 11:38 യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടരുടെ കണ്ണുകൾ തുറക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു. കൂടാതെ പഴയ നിയമത്തിൻ്റെ 300ഓളം പ്രവചനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ജന്മം തൊട്ട് പരസ്യ മരണം വരെയും ഉയർത്തെഴുന്നേൽപ്പ് വരെയും പൂർത്തീകരിക്കുകയാണ്. ഇനിയും പൂർത്തീകരിക്കാനുണ്ട്, അല്ലേ? യോഹന്നാൻ 2:19 കർത്താവ് പറയുക, ഈ ദേവാലയം നശിപ്പിച്ചാൽ, റൈറ്റ്, 3 ദിവസം കഴിഞ്ഞ് ഐ വിൽ റേസ് ഇറ്റ് അപ്പ് എന്നാണ് പറഞ്ഞത്. ഞാൻ, അത് തൻ്റെ ശരീരത്തെയാണ് കുറിച്ചാണ് പറയുന്നത്. മരണം അടക്കത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഐ വിൽ റേസ് ഇറ്റ് അപ്പ്. യോഹന്നാൻ 20-ാം അധ്യായം 30-31 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇത് എഴുതിയിട്ടുള്ളതല്ലാതെ എത്രയോ അനേക കാര്യങ്ങൾ യേശു ക്രിസ്തു നമുക്കൊന്ന് വായിച്ചു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാരുടെ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇവ എഴുതിയിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും. നമുക്ക് ഈ ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കിങ് ജെയിംസ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ബട്ട് ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഹിസ് ഫെയ്ത്ത് എന്നാണ്. നീതിമാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. ഈ വാക്യമാണ് റോമിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പക്ഷേ ഒറിജിനൽ ഹബക്കൂക്ക് എന്താണ് പറഞ്ഞത്? നീതിമാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നീതിമാൻ ഒരുവനുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയുമ്പോൾ ഹബക്കൂക്ക് ഏത് നീതിമാനെ കുറിച്ചാണ് പറയുന്നത്? അതും ആ നീതിമാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദ ജസ്റ്റ് എന്നാണ് പറഞ്ഞത്, ഏക മനുഷ്യൻ. ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഹിസ് ഫെയ്ത്ത്. ദെയർ ഫെയ്ത്ത് എന്നല്ല, ബൈ ഹിസ് ഫെയ്ത്ത്. അപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ജീവിക്കും എന്ന്, അല്ലേ? ഗലാത്യർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 4-5 വാക്യം 4-ാം അധ്യായത്തിന് പറയാം, കാലപൂർണതയിൽ യേശു ക്രിസ്തു സ്ത്രീയിൽ ജനിച്ച് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിൽ ജനിച്ച് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിലുള്ളവരെ വിടുവിക്കുവാൻ വേണ്ടി വരുന്നു, അല്ലേ? യേശു ക്രിസ്തു എന്താണ് തൻ്റെ മനുഷ്യത്വത്തിൽ എന്താണ് വിശ്വസിച്ചത്? സങ്കീർത്തനം 16:10 നമുക്കൊന്ന് അതെന്താണ് പറയുന്നത്? തൻ്റെ പ്രിയമുള്ളവനെ അവൻ നരകത്തിൽ അല്ലെങ്കിൽ പാതാളത്തിൽ വിട്ടുകളയുകയില്ല, തൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല. അത് ക്രിസ്തു വിശ്വസിച്ചു. മത്തായി സുവിശേഷം 27:41 മുതൽ 43 വരെയുള്ള വാക്യം വായിക്കാം. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ച് തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നിറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇവരെന്താണ് പറഞ്ഞത്? ഇവർ പറയുക, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. യേശു ക്രിസ്തു ദൈവത്തിൽ എന്ത് ചെയ്തു? ആശ്രയിച്ചു. സങ്കീർത്തനം 22:7-8
എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. He trusted on the Lord that he would deliver him. Let him deliver him. മനസ്സിലാകും. സീയിങ് ഹി ഡിലൈറ്റഡ് ഇൻ ഹിം. അപ്പൊ ക്രിസ്തു പിതാവിൽ എന്ത് ചെയ്തിരുന്നു? ആശ്രയിച്ചു, മനുഷ്യത്വത്തിൽ ആശ്രയിച്ചു. എന്നാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വാസത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായർക്ക് ലേഖനം 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ ക്രിസ്തു പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ ക്രിസ്തു ആരായിരുന്നു? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആണ് ആ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് പിതാവ് മനുഷ്യൻ എന്ന നിലയിൽ പിതാവിനെ എങ്ങനെ വിശ്വസിച്ചോ, എങ്ങനെ കൽപ്പനകൾ പ്രമാണിച്ചോ, ആ നീതീകരണം, ആ പൂർണ്ണ വിശ്വാസം, ആ പൂർണ്ണ അനുസരണമാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ഒരു തിയോളജിക്കൽ ടേം ഉണ്ട്, പീനൽ സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ശിക്ഷാ പകരയാഗം, പീനൽ സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു സ്വമേധ പാപികൾക്ക് പകരമായിട്ട് തൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതായത് ഞാനായിരുന്നു പാപി, ഞാനാണ് മരിക്കേണ്ടവൻ. പക്ഷെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തു പറഞ്ഞു, ഇവൻ്റെ സകല പാപത്തിൻ്റെ ശിക്ഷ ഞാൻ വഹിക്കാൻ പോവുകയാണ്, പാപികൾക്ക് പകരമായി ഞാൻ മരിക്കാൻ പോകുകയാണ്. ഇതിനാണ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സ്നേഹം, പൗലോസ് പറയുക, നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 5:21, 1 കൊരിന്ത്യർ 1:29-31 ഭാഗം വായിക്കാൻ നമുക്ക്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 1 കൊരിന്ത്യർ 1:29-31 വരെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. എത്ര മധുരമേറിയ വാക്യങ്ങളാണ്. എൻ്റെ പകരക്കാരൻ കർത്താവ് എൻ്റെ നീതിയായി മാറുകയാണ്, കർത്താവാണ് എൻ്റെ ജ്ഞാനമായി മാറുന്നത്, കർത്താവിൻ്റെ ശുദ്ധീകരണവും കർത്താവിൻ്റെ വീണ്ടെടുപ്പുമായി മാറുകയാണ്. ഒരു ജഡത്തിനും പ്രശംസിക്കാൻ വകയില്ല. പ്രശംസിക്കുന്നവൻ ആരിൽ പ്രശംസിക്കുന്നവനും? ക്രിസ്തുവിൽ പ്രശംസിക്കണം. നോക്കണേ, പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ മനുഷ്യത്തെ നോക്കുമ്പോൾ 100/100 മാർക്കാണ്. വിശ്വാസം, ന്യായപ്രമാണം പാലിച്ചു, നീതിയോടെ ജീവിച്ചു, വിശുദ്ധിയോട് ജീവിച്ചു, അപൂർണ അനുസരണം, സഹിഷ്ണുത, പിതാവിനെ 100% പ്രസാദിപ്പിക്കുകയായി, അല്ലേ? എന്നാൽ പിതാവായ ദൈവം വിശ്വാസികളെ, നമ്മളെ നോക്കുമ്പോൾ കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ, എത്രയോ കുറവുകളുണ്ട്, എത്രയോ പാപങ്ങളും വീഴ്ചകളുമുണ്ട്. എന്നാൽ പിതാവ് നമ്മളിൽ നോക്കുന്നത് കാണുമ്പോൾ എങ്ങനെ കാണുന്നത്? ക്രിസ്തുവിൻ്റെ വിശ്വാസം, ക്രിസ്തുവിൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ അനുസരണം, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത. ക്രിസ്തു എങ്ങനെ പിതാവിനെ പൂർണ്ണമായി പ്രസാദിപ്പിച്ചോ അതുപോലെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുന്ന ദൈവമക്കൾ, വിശ്വാസികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? സമ്മറി ആയിട്ട് നമ്മൾ പഠിച്ച
ദൈവമക്കളുടെ നീതീകരണം, കൃപായുഗത്തിൽ നീതീകരണം ന്യായപ്രമാണവുമോ ഒരു പ്രവൃത്തിയും കൂടാതെയാണ്. അത് സൗജന്യമായിട്ട് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷി വഹിക്കുകയാണ്, വിറ്റ്നസ് ചെയ്യുകയാണ്. അതായത് ന്യായപ്രമാണം, നമ്മളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഒന്നിലധികം ആൾക്കാർ അതിൽ ഒപ്പുവെക്കും. അവർ പറയുന്നത് എന്തുവാ, കറക്റ്റാണ്, ഈ വ്യക്തി പാസ്സായി എന്ന്. ന്യായപ്രമാണം പ്രവാചകനും പറയുകയാണ്, കറക്റ്റ്, ഈ വിശ്വാസി യേശു ക്രിസ്തുവിൽ പ്രവൃത്തി കൂടാതെ വിശ്വസിച്ച ഈ വിശ്വാസി ന്യായപ്രമാണപ്രകാരം 100/100 പാസ്സായിരിക്കുന്നു എന്ന്. ഇത് ക്രിസ്തുയേശുവിൻ്റെ മനുഷ്യത്വത്തിൽ ദൈവത്തിലുണ്ടായിരുന്ന ആ വിശ്വാസം ആണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ഇത് എല്ലാവർക്കും ഒരേപോലെ ജാതി മതഭേദമന്യേ അവൈലബിൾ ആണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണിത് പകരപ്പെടുന്നത്. ദൈവം ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.